ഇന്നത്തെ ടിഫിനുമായിട്ട് എത്തിയിട്ടാ. ഇന്നൊരു മുളോഷ്യം, എല്ലാവരുടെയും പ്രിയപ്പെട്ട, നിങ്ങളുടെ ആണോന്ന് അറിഞ്ഞൂടാ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആ മുളോഷ്യവും പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ ഒരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ ഇന്ന്. എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. മുളോഷ്യത്തിന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് ഇത് നോക്കിക്കോളൂ. കണ്ട, ചെറുപരിപ്പ്, ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, പിന്നെ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കഷ്ണം ഇഞ്ചി അരച്ചിടണം. അത്രയേ ഉള്ളൂ. അത് തന്നെ. ഈ ചെറുപരിപ്പ് എല്ലാത്തിലും ഇടണം. എന്താണെന്ന് വെച്ചാൽ അത് പലർക്കും ഗ്യാസും ഗീസും ഒക്കെ ഇല്ലേ, ചെറുപരിപ്പിന് അത് കുറേ കുറയും. മുളകൾക്കൊക്കെ അതിട്ടാൽ നല്ലതുമാണ്. ഇന്ന് ഞാനിതിൽ പരിപ്പിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഭാഗ്യക്കേടിന് അത് ബന്ധില്ലെങ്കിൽ മുളകത്തിൻ്റെ സ്വാദ് പോകും. പരിപ്പല്ല, ഉപ്പ് തെറ്റിപ്പോയി. ഒരു കഥ മുഴുവൻ പറഞ്ഞു പരിപ്പിന്റെ ഗുണങ്ങൾ. പരിപ്പിട്ടില്ലായിരുന്നു. അതല്ല, എരിവും പുളി തിന്നണം നാവല്ലേ, തപ്പും തടയൊക്കെ വരും. ക്ഷമിച്ചേക്കണേ എല്ലാവരും. ഇപ്പൊ കഥ റെഡിയാക്കി വെച്ചേക്കണം. ഞാൻ ക്ഷമിക്കില്ല. നീ ക്ഷമിക്കണ്ട, പിള്ളേര് ക്ഷമിക്കും. അവർക്കറിയാം അമ്മയ്ക്ക് വയസ്സായി, ഇങ്ങനെ ചില ചെറിയ തെറ്റുകളൊക്കെ പറ്റും. ഇതാ നോക്കിക്കോളൂ. ഉപ്പിടുക. ഉപ്പ് കൂടണമെന്നില്ല കേട്ടോ, സംശയമൊന്നും വേണ്ടേ. ഇനി ഒന്ന് തിളപ്പിക്കാം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയിടുക. ഇതിൽ ഞാൻ ഉരുളക്കിഴങ്ങും സവാളയും ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടുള്ളൂ. പക്ഷേ തക്കാളി ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി എല്ലാവർക്കും ഒരെണ്ണം ഇടാം. ജയനും പുളി അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിടാത്തത് കേട്ടോ. എനിക്ക് പുളി ഇഷ്ടം. ഇതെളുപ്പാണ്. ഞാൻ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പച്ച വെളിച്ചെണ്ണ നല്ലോണം ഒഴിക്കുക, കരിവേപ്പില ഇടുക. ഇത്രയേ ഉള്ളൂ പണി. റെഡി. ഇനി പാവയ്ക്ക മെഴുക്കുരട്ടിയാണ്. അപ്പുറത്ത് മുളക് തിളയ്ക്കുമ്പോൾ ഇപ്പുറത്ത് ചീഞ്ചട്ടി വെച്ചു. ഈ പാവയ്ക്ക മെഴുക്കുരട്ടിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സവാള അരിയ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 5-6 ചെറിയ ഉള്ളി കൂടി എടുക്കുക കേട്ടോ. അതിൻ്റെ ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും. മുഴുവൻ ചെറിയ ഉള്ളിയാണെങ്കിലോ അത് വേണ്ട, വേണ്ട, അത്രയും സ്വാദ് വേണ്ട. പിന്നെ പാവയ്ക്ക ഇതാ ഇങ്ങനെ നുറുക്കി വയ്ക്കുക. കാണിക്കുമോനെ നുറുക്കി വെക്കണേ. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നുറുക്കാം, അതെന്തായാലും വേവുമല്ലോ, കുഴപ്പമില്ല. പച്ചമുളക് 2 ഇവിടെ ഇട്ടേക്കണേ. കരിവേപ്പില ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു കുറ്റവും ഇല്ല. ഉള്ളത് കാരണം ഇട്ടു ഞാൻ, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി അതിൽ വാട്ടി കഴിയുമ്പോൾ ഈ ഉള്ളി വാട്ടി ഒന്നാവുമ്പോൾ അത് കാണിക്കാം. ഇതാ ചീനിച്ചട്ടി വെച്ചു. നമ്മുടെ വയസ്സൻ ചീനിച്ചട്ടി വന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്തേ അല്ലല്ലോ, ഇതിന് വെളിച്ചെണ്ണ വേണം, ഇല്ലാണ്ട് ഉണക്കത്തട്ടിൽ പറ്റുമോ? ഇതാ ഉള്ളി പറഞ്ഞ പോലെ അരിഞ്ഞത് ഇടണം. ഇതൊന്നും മൂച്ച് കഴിയുമ്പോൾ പാവയ്ക്ക ഇട്ടാൽ മതി. വല്ലാണ്ട് മൂക്കാൻ നിൽക്കണ്ട, കരിയേം വേണ്ട. ഇതാ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടം പോലെ ഇടാം കേട്ടോ. അധികം എരിവ് വേണ്ടവർക്ക് കൂടുതൽ മുളകിടാം. പിന്നെ ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് സാധനം കൂടുതൽ വേണമല്ലോ. ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് ഉപ്പും കണക്കാക്കിയിട്ടിട്ട് വാട്ടും. എന്നിട്ടാണ് പാവയ്ക്കയും കൂടി ഇടുക. നമ്മൾ ടിഫിൻ സീരീസ് തുടങ്ങിയതിന് ശേഷം വാട്ടൽ കുറച്ച് കൂടുതലാണല്ലോ. വാട്ടാണ്ട് പിന്നെ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ടിഫിൻ സീരീസ് തുടങ്ങിയില്ലെങ്കിലും ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഉപ്പിടണം. പോരാച്ചാൽ പിന്നെ ഇടാം കേട്ടോ. 2-3 മിനിറ്റ് ഇത് വാടിയിട്ട് പാവയ്ക്കയും കൂടെ പൊട്ടിയിട്ട് അടച്ചിടും. മുളകത്തിന് നോക്കൂ, തിളച്ചു തുടങ്ങിയത്. സ്വാദം അതിന് അധികം ബുദ്ധിമുട്ടുമില്ല, കൂട്ടാനായില്ലേ. ഞാൻ ബോംബെയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നപ്പോൾ സ്ഥിരം മുളക്. ഈ സ്ഥിരം എത്ര ദിവസം ഉണ്ടാക്കിയാൽ? 3 ആഴ്ചയിൽ പകുതി ദിവസം, ഒരു ദിവസം. ആ അതാണ് മുഴുവനും. പിന്നെ 3 ആഴ്ച കഴിയുമ്പോൾ ഒരു ദിവസം. അപ്പം ആകെ കൊല്ലത്തിൽ 3 പ്രാവശ്യം, 4 പ്രാവശ്യം. ഇതിന് വെളിച്ചെണ്ണയാണ് സ്വാദ്. നമ്മുടെ പച്ച വെളിച്ചെണ്ണ കേട്ടോ. പച്ച വെളിച്ചെണ്ണ മീൻസ് മൂക്കാത്ത. കണ്ടാ വെച്ചോട്ടെ. കരിവേപ്പില ഇടാൻ പോണു. കരിവേപ്പില പച്ച വെളിച്ചെണ്ണയും മുളകത്തിന് നിർബന്ധമാണ്.
നല്ല വാസന വരണ്ടേ? അതാണ് മുളകോശ്യം. മുളകോശ്യം. മുളകോശ്യത്തിൻ്റെ വാസന പോവരുത്, അതാണ് മുളകോശ്യത്തിൻ്റെ പ്രാധാന്യം. പെട്ടെന്നായാലും ഇനി ഇതേ പാവയ്ക്ക ഇടാൻ പോവാണ്. കണ്ട ഉള്ളി നോക്കൂ, ഒരുമാതിരി വാടിയില്ലേ? ഈ പാവയ്ക്കയും കൂടി ഇടാം കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം കേട്ടോ. എന്നിട്ട് അടച്ചിടുക. അടച്ചിട്ട് വേണം. ഇത് വേവാൻ കുറച്ച് സമയം എടുക്കില്ലേ? കുറച്ച് നേരം എടുക്കും. അപ്പം ഞാൻ അപ്പോഴേക്കും സർപ്രൈസ് വാങ്ങിച്ചിട്ട് വരാം. ഇതാ പാവയ്ക്കെല്ലാം ഇട്ടത് കണ്ടില്ലേ? ഇനി ഇത് അടച്ച് വെക്കണം കേട്ടോ. അടച്ചിട്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. നിങ്ങൾ കുറേ നാളായി കാത്തു നിന്നിരുന്ന ആ ആൾ ഇതായിട്ടിരിക്കുന്നു, പുഞ്ചിരിയുമായി. ഇതാണ് സർപ്രൈസ്. ഇനി സർപ്രൈസിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കൂ. ആ, മഞ്ഞപ്പൊടി, 2 കൈകളുണ്ട്. മഞ്ഞപ്പൊടി, ചേച്ചിയുടെ കൈ, നമ്മയുടെ കൈ, മുളക് പൊടി. ഇര വേണ്ട നിർത്തണ്ടാവുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ. എല്ലാവർക്കും സത്യം മനസ്സിലായില്ലേ? എന്താ അത്? ഈ സ്ത്രീക്ക് നോൺ വെജ് വെക്കാനൊന്നും അറിയില്ല. ഇന്ദിര ചേച്ചി ഇല്ലെങ്കിൽ എന്ത് ചെയ്താനേ ആവും. അയ്യോ, എന്നിട്ട് ഞാൻ നോൺ വെജ് വറുത്തരച്ച ചിക്കൻ വെച്ചൊക്കെ നല്ല വെട്ടി അടിച്ചില്ലേ? ഈഗോ ഹേർട്ടായി. ഈഗോ ഹേർട്ടായി. അതെ. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. മഞ്ഞപ്പൊടി അല്ല ആദ്യം ഇട്ടത്. എന്തത് ഇട്ടതൊക്കെ പിന്നെയും പറയണേ. ഇനി ഉപ്പ് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വലിയ കഷ്ണല്ലേ, ഉപ്പ് പൊടി, മതിയാ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ കുറച്ച് ഫിഷ് മസാല ഇടാം കേട്ടെ. മതിയാ? വലിയ മീനല്ലേ, പിടിക്കണ്ടേ? മുളക് പൊടി അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പാത്രത്തിലുണ്ട്. പിടുത്തപ്പോൾ അതിലില്ലായിരുന്നു, തീർന്നു. കഴിഞ്ഞോ? ഇനി ഏതെങ്കിലും നാട്ടിലെ ഏതെങ്കിലും പൊടി ബാക്കിയുണ്ടോ ഇല്ലിടാൻ? ഇല്ല, ഇതുണ്ട്. അടിച്ചു വരിത്തിരി പൊടി. അതെ. ഇനി ഇന്നലെ പെരട്ടണ കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് വറക്കാറാവുമ്പോൾ അതിൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ആ തട്ടിലിടണം. അല്ല, തട്ടിലല്ലോ, പാത്രത്തിൽ, വറക്കണ പാത്രത്തിൽ. മിക്സ് മാരിനേറ്റിംഗ് എന്ന് പറയൂ ഇതിന്. വീട്ടിൽ ചെന്നിട്ട് ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. ഇമാജിനേഷനാ? ഇമാജിനേഷൻ അല്ല, മാരിനേറ്റിംഗ്. മാരിനേറ്റിംഗ് അത് ഞാൻ പണ്ട് ജിയുടെ ഇതിൽ കേട്ടിട്ടുണ്ട്. അതാ അതാ ചേട്ടാ മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വയ്ക്കും. അന്നാ ഞാൻ ആ വാക്കാദ്യമായിട്ട് കേൾക്കണേ. ഇന്റർനാഷണൽ മാരിനേറ്റർ. ഇന്റർനാഷണൽ മാരിനേറ്റർ. കഴിഞ്ഞോ? കഴിഞ്ഞു എന്ന് പറയൂ. ആ, കറക്റ്റ്. താങ്ക് യു. നമ്മുടെ പാവയ്ക്ക മെഴുക്ക് വരട്ടി ആയിക്കൊണ്ടേയിരിക്കുന്നു. പാവയ്ക്കാന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കയ്പുണ്ടാവില്ലേ? കയ്പ് വേണ്ടേ? കയ്പയ്ക്ക. ആ, ശരിയാ. നമ്മൾ പാവയ്ക്കാന്ന് പറഞ്ഞാൽ ചില രാജ്യത്തൊക്കെ കയ്പയ്ക്കാന്നാ പറയും. നമ്മളങ്ങനെ പറയാത്തത് കൊണ്ട്. നിങ്ങളുടെ രാജ്യത്ത് എന്താണ് പാവയ്ക്കയുടെ പേര്? പറയൂ. അങ്ങനെയൊക്കെ വേണം, നമ്മളിങ്ങനെ എൻഗേജ് ചെയ്യണം ആൾക്കാരെ. ഞങ്ങളുടെ നാട്ടിൽ പാവയ്ക്ക എന്ന പേര്. നിങ്ങളുടെ നാട്ടിൽ എന്താണ്? അടിപൊളി. കയ്പയ്ക്ക. അല്ല, വേറെ സ്ഥലത്ത് വേറെ പേരുണ്ടാവും. ഉണ്ടാവും. ഇനി പേരൊന്നുമില്ല. കരയിലുണ്ട്, അറിയോ? അത് ഹിന്ദിയല്ലേ? അത് ഹിന്ദി എന്താന്നറിയില്ല എനിക്ക്. ഓർമ്മയില്ലേ ബോംബെയിലെ കഥ? എന്താ വെളുത്തുള്ളിക്ക് പറഞ്ഞത്? സഫേദ് ഉള്ളി. വെളുത്തുള്ളി എനിക്കറിയില്ല. അയാളോട് സഫേദ് ഉള്ളി, സഫേദ് ഉള്ളി. സാറേ ഞാൻ തൊട്ട് കാണിച്ചു കൊടുത്തു. സെറ്റായല്ലേ? അല്ലേ? സൂപ്പർ. മുളകും പാവയ്ക്കും ഫിഷ് ഫ്രൈയും കൂടി എന്താ ജയന്റെ ചെല്ലുമ്പോൾ തന്നെ ഞാൻ കഴിക്കും. മീൻ വറുക്കാനായിട്ട് അതിൻ്റെ പാത്രം വെച്ചു. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ഉണ്ടോ? കുറച്ച് വെളിച്ചെണ്ണ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മീൻ വറുത്തതിന് ഒരു സ്വാദും ഇല്ലാന്ന് വരുമ്പോൾ പറയരുത്. ഞാൻ പറഞ്ഞ അമ്മയുടെ ഡയലോഗ് പറഞ്ഞു. ഞാനിത് പറഞ്ഞില്ലല്ലോ കുറച്ചൊന്ന്. ഉള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി നിനക്ക് ഇഷ്ടമുണ്ടോ? അതൊന്നും ഞാനത് മൂത്ത് വരുമ്പോ ഇടാം. മൂത്ത് വരുമ്പോ ഇടാം. സവാളയാണോ ചെറിയ ഉള്ളിയാണോ ഇടണ്ടേ? എന്താന്ന് വെച്ചാൽ ഇഷ്ടമുള്ളൂ. സവാള മതി. ചൂടായില്ലേ? അത് മീൻ വറുത്ത മണമൊന്നും വരാണ്ടിരിക്കാൻ എനിക്ക് കരിവേപ്പില ഇട്ടു. മണം വന്നോട്ടെ, അതൊരു രസമല്ലേ നിനക്ക്?
ഇടണേ. ഇങ്ങനെ അവിടെ കിടന്ന് മൊരിയട്ടെ. മൊരിഞ്ഞ് അവസാന ഘട്ടം എത്തുമ്പോൾ സവാള കട്ടി കുറഞ്ഞരിഞ്ഞ് ഇതിൻ്റെ കൂടെ കൂടി ഇടാം. പോരെ? എൻ്റെ മോഹം പോലെ സവാള ഇടുന്നു. ശരിക്കും എങ്ങനെയാണെന്നറിയോ ചെയ്യേണ്ടത്? നല്ല നെയ്യിൽ മൊരിയിച്ചിട്ട് ഇങ്ങനെ വിതറണം, തടി പോരാണ്ട്. എന്നിട്ട് ഭക്ഷണിയാന്നും പറയും, കിടക്കണം പറയും. ഇത് അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത് പാവക്കയുടെ തട്ടി തന്നെ വെച്ചാൽ മതിയോ? പാവക്കയുടെ തട്ടി വെച്ചാൽ മതി. അപ്പൊ പാവയ്ക്ക് ഇതിന്റെ ടേസ്റ്റ് വരില്ലേ? മണമല്ലേ? ടേസ്റ്റും മണം രണ്ടും എനിക്ക് ഇഷ്ടമാണ്. വന്നോട്ടെ. അപ്പൊ പിന്നെ പാവക്കയുടെ ആവശ്യമുണ്ടോ? പാവയ്ക്കൊരു കൂട്ട് ഉള്ളൂ. അങ്ങനെ നമ്മുടെ മീൻ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫാക്കാൻ പോവാണ് കേട്ടോ. ഫിഷ് തവ ഫ്രൈ. ഫിഷ് തവ ഫ്രൈ ഒക്കെ നീ പറഞ്ഞു, ഞാൻ പറഞ്ഞൊക്കെ തെറ്റും. മീൻ വറുത്തത്. അതെ, അത് പറയാം. ചോറാക്കണു. എന്നിട്ട് പറയും അമ്മ കുറേ ഇട്ടു. അത് ഈ വെജിറ്റേറിയനൊക്കെ തരുമ്പോൾ അവരേ ഉള്ളൂ. അല്ലെങ്കിൽ ഇറക്ക കൊള്ളു അല്ലേ? എല്ലാം കൂടെ മാഞ്ഞു പോകും. മതിയമ്മേ? ശരിക്കും പറയാം. മതി മതി. എന്താ സ്മെല്ല്? ഇതിലെന്താന്നറിയാം, ഇഞ്ചി ഇടില്ലേ, അതുകൊണ്ടാണ് സ്മെല്ല് ഭയങ്കര കേട്ടോ. അതുമല്ല, പരിപ്പ് ചെറുപരിപ്പാണ്. പരിപ്പ് അത് ഇന്നത്തെ ഒരു അബദ്ധം. പിന്നെ മതി. പാവയ്ക്ക വെക്കണു. ഒതുക്കി വെക്കണം കേട്ടോ. എന്തിനാ മറ്റേ ആൾക്കാർക്ക് വരാനുണ്ട്. ആളെയാണ് എനിക്ക് പിടുത്തല്ലാത്ത, നിനക്ക് പിടുത്തമുള്ളത്. ഇത് മതിയമ്മേ? അതൊക്കെ മതിയാവും നിനക്ക്. ആൾക്കാരെത്തിയല്ലോ. വെച്ചോട്ടെ. രണ്ടും വെക്കണോ? ഒരു കാര്യം ഉണ്ടറാ, ഇത് രാത്രിയിലേക്ക് തണുത്ത് പിട്ടാവും. അത് മാത്രല്ല, വല്ല കൊളീഗ്സ് ഒക്കെ വന്ന കൊടുക്കാം. അത് കൊടുത്തോളൂ, ഒരു വിരോധമില്ല. വെച്ചോളൂ. ഇത് കണ്ട് കുറെ തിന്നാണല്ലോ എന്നുള്ള ഡയലോഗുകൾ വേണ്ട. കുറെ തിന്നും. അതാണല്ലോ തടിയുടെ രഹസ്യം. കഷ്ടപ്പെട്ട് തിന്നല്ലേ. സ്വാദോടെ എടാ, നിനക്ക് ഇത്തിരി മാങ്ങാക്കറി വെക്കാൻ. ഇനി ഇതിന് മാങ്ങാക്കറി ഒന്നും വേണ്ട. താഴെ വെക്കാടാ. വേണ്ടമ്മേ. സൗന്ദര്യം. അടയ്ക്കുമ്പോ തന്നെ ഞാൻ തുറക്കും. മത്സരം. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത ടിഫിൻ വരുന്നവരെ ശേഷം സ്ക്രീനിൽ അടച്ചോട്ടെ.